ഇന്ന് 2026 ഫസ്റ്റ് വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഓൾസോ ഇനി എത്ര ദിവസം ഉണ്ടെന്ന് Jan 2 ആണ്. Jan 6 എൻ്റെ ബർത്ത്ഡേ ആണ്. ബട്ട് ലൈക്ക് ഇപ്പോഴേ എനിക്കൊരു ബർത്ത്ഡേ ഫീലാണ്. കാരണം എനിക്ക് ഗിഫ്റ്റ് കിട്ടി, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ അമ്മ തരുന്ന ഗിഫ്റ്റ് ഓൾറെഡി നിങ്ങൾക്കും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള വഴക്ക് പറയണം അവനെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻറ്റൻഷൻ ലൈക്ക് വെസൈഡ് സ്റ്റുഡിയോ ഇവിടെ മാക്സിലും ഐ തിങ്ക് സെയിൽ നടക്കുവാണ്. സോ നമ്മളവിടെ പോകണം. പിന്നെ എനിക്കിന്ന് കുറച്ച് പിക്ചേഴ്സ് എടുക്കണം ബിഫോർ മൈ ബർത്ത്ഡേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രി ഒരു സംഭവം ചെയ്തു. വിച്ച് ഇസ് ഈ ഒരു സംഭവം ഇതെനിക്ക് ലോങ് ഹെയർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വർക്ക് ആയിട്ടുണ്ട്. ലൈക്ക് കേൾസ് ചെയ്തു. ഇത് ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സ് വരാൻ വേണ്ടി ഈ സംഭവമൊക്കെ വെച്ചു. ബട്ട് ഇതിപ്പോൾ ആദ്യം അഴിച്ച സമയത്ത് ഞാൻ മറ്റേ ഇന്ദിരാഗാന്ധിയുടെ ഹെയർ പോലെ എഴുതുന്നത്. കാരണം കേളായിട്ടേ ഫുൾ നല്ലോണം കയറി ചെയ്യുന്നു. ബട്ട് ഇപ്പം ഞാൻ അത് അഴിച്ച് വെച്ചതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി ആദ്യം എനിക്ക് കണ്ടപ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല. ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ തൽക്കാലം നോക്കാം നമുക്ക് ഒരുങ്ങിയ ശേഷം. ഐ തിങ്ക് ഇപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് രസമുണ്ട്. ബട്ട് നാച്ചുറൽ ഹെയർ ആണ് എൻ്റെ കുറച്ചുകൂടി ഭംഗി എന്നമ്മ പറഞ്ഞു. സോ യാ, എൻ്റെ മുടി കൊണ്ടോ നല്ല ബ്ലാക്ക് മുടിയായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലേ. അതൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷേ എനിക്ക് ബ്ലാക്ക് ഹെയർ കണ്ട് ബോറടിച്ചു. ഈ +2 കഴിഞ്ഞിട്ട് വേണം കളർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2026 2025 എന്ന് പറയുന്നത് ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ എൻ്റെ. ഓക്കെ, സോ ഞാൻ ഇത്രയും ദിവസം ഐ വാസ് വെരി ലൈക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. ഭയങ്കര ലേസിനെസ് ആയിരുന്നു. ആൻഡ് ഓൾസോ ഐ ഡോണ്ട് ഹാവ് ടു ഷൂട്ട് എനിത്തിങ്. മീൻസ് എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും എടുത്തിടുന്നതിലൊരു ഡസൻ മേക്ക് എൻ സെൻസ്, റൈറ്റ്? സോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിലല്ലേ വീഡിയോ എടുക്കാൻ പറ്റും. സോ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കൊന്നും കണ്ടില്ല. മേ ബി ഞാൻ ലേസി ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ എന്തായാലും എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ഓൾസോ ഞാൻ റൂം ഡെക്കോർ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. അതിൽ ഒരു സാധനം വന്നു, ദാറ്റ് ബെഡ്ഷീറ്റ്. ഞാൻ കാണിച്ചിടാം. നല്ല സോഫ്റ്റാണ്, നല്ല സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും. ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ആ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ താഴെ കൊടുക്കാം. ഞാൻ ബെഡ്ഷീറ്റ് കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് സൗണ്ടൊക്കെ പോയി. അതിന് രാവിലെ എണീറ്റ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യുവാണ്. ഇപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞ സ്കിൻ കെയർ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ക്യാൻ യു സീ ദറ്റ് റിസൾട്ട് ഓൺ മൈ ഫേസ്? ആക്ച്വലി ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. ഫേസ് വാഷ് ചെയ്ത് ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ ഇനി എൻ്റെ മോയ്സ്ചറൈസർ ഇതാണ്. സോ ദിസ് ഇസ് ദ മോയ്സ്ചറൈസർ ഐ എം യൂസിങ്. ഇത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഡോക്ടർ തന്നെയാണ്. സോ നിങ്ങൾ യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. പിന്നെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് മോയ്സ്ചറൈസർ ഇടാം. ഓക്കെ, എന്തൊക്കെയൊക്കെയോ പറയണം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഇത് എങ്ങനെ പറയണം, എന്ത് ചെയ്യണം, എന്തോ കുറേ നാൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാം ഒരുമാതിരി പുതിയതുപോലെ ഫീൽ ചെയ്യുന്നു. ഐ ഡോണ്ട് നോ വൈ. ഇത് കണ്ട എക്സാക്ട്ലി ജെല്ല് പോലെ തന്നെ ഇരിക്കും. എൻ്റെ ഓയിലി സ്കിന്നാണ്. കുറേ പേർക്ക് അറിയായിരിക്കുമല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക്. അപ്പോൾ ഞാൻ വെച്ചാൽ ഒന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ ഓൾസോ ചെറുതായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കുള്ളൂ കേട്ടോ. മെയിനായിട്ട് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെസ്റ്റ് സൈഡിലും സ്റ്റുഡിയോയുടെ സെയിലിന് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. സോ ഇന്ന് നമ്മൾ മോൾ ഓഫ് ട്രാവൻകൂറിലാണ് പോകാൻ പോകുന്നത്. കാരണം അവിടെ ഞാൻ ലുലുവിനെക്കാട്ടിലും തിരക്ക് കുറവായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ ഓൾസോ വെസ്റ്റ് സൈഡ് അവിടെയാണ് ഏറ്റവും വലിയ വെസ്റ്റ് സൈഡാണ് ട്രിവാൻഡ്രത്തെ, ഐ ഗെസ്. സോ അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ സ്റ്റുഡിയോയും ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ. ഇനി മാറ്റുമെന്ന് എനിക്കറിഞ്ഞും കൂടാ. എന്തായാലും നമ്മൾ ആദ്യം അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. മോയ്സ്ചറൈസർ ബാലൻസ് വന്നാൽ നമ്മൾ കഴുത്തിലും കയ്യിലും തേക്കണം. ഓക്കെ, ഞാൻ മോയ്സ്ചറൈസർ സെറ്റാകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചിടാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് കിട്ടി. 2 ഗിഫ്റ്റാണ് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയത്. സോ അത് ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് തന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ് ബർത്ത്ഡേക്ക്. ഇതൊരു ഫിഷ് കട്ട് എന്ന് പറയാൻ പറ്റും. ഒരു മെർമെയ്ഡ് ഗൗൺ പോലെ. അതായത് ഇവിടെ വന്നിട്ട് താഴെ ഇങ്ങനെ ഫ്രില്ല് പോലെ ഉള്ളൊരു ഡ്രസ്സ്. ഇത് ആക്ച്വലി ഒരു ക്രിസ്മസ് വൈബാണ്, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഐ ഹാഡ് എ ട്രോമ ഓൺ റെഡ്. ലൈക്ക് ഞാൻ ഒരു വട്ടം ഏതൊരു ക്രിസ്മസ് ഫംഗ്ഷന് എൻ്റെ സ്കൂളിൽ റെഡ് ഇട്ടിട്ട് പോകണം. സോ എൻ്റെ ആ സമയത്ത് നല്ലൊരു റെഡ് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അതിന് ഞാൻ അമ്മേനെ കൊണ്ട് തലേന്ന് കുറേ സെർച്ച് ചെയ്തു, റെഡ് ഡ്രസ്സ് വാങ്ങിച്ചു. ആ റെഡ് ഡ്രസ്സ് ഇട്ട് ഞാൻ സ്കൂളിൽ പോയി. എവ്രി വൺ ലൈക്ക് എല്ലാവരും എന്നെ കളിയാക്കി. അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ ട്രോമയാണ്. +1 +2 ഫൈൽ, അതർവൈസ് ഹ്യൂജ് ട്രോമ. അപ്പം ഇങ്ങനെ അവർ കളിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എപ്പോൾ എനിക്ക് റെഡ് ഡ്രസ്സ് എടുക്കാൻ പോയാലും അയ്യോ എനിക്ക് റെഡ് എനിക്ക് ചേരൂലേ, റെഡ് ഇട്ട് എനിക്ക് ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു ട്രോമ മൈൻഡ് ഫിക്സ് ആയതാണ് സംഭവം ആക്ച്വലി. അതിൽ പിന്നെ ഞാൻ റെഡ് ഡ്രസ്സ് എൻ്റെ വാർഡ്രോബ് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു ഓക്കെ എല്ലാ ട്രോമകളും മാറ്റാം 2026. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് അങ്ങോട്ട് വാങ്ങിച്ചു. ആക്ച്വലി ഇറ്റ്സ് റിയലി നൈസ്. ഞാൻ ഇട്ട് നോക്കിയതായിരുന്നു. സോ യെസ്, പുതിയ ഡ്രസ്സ് ഇതാണ് ഞാൻ ഇന്ന് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഒരു റെഡ് റോസാ ഫ്ലവറും കൂടെ ഒപ്പിച്ചാൽ, റോസ് ഫ്ലവറും കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അല്ല ഇല്ലെങ്കിലും എടുക്കാം. ആൻഡ് എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റ് കാണിച്ചു തരാം. ആക്ച്വലി ഇത് എൻ്റെ വീട്ടിലോട്ട് ഓർഡർ ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പെട്ടി കളിങ്ങിപ്പോയി. പക്ഷെ കുഴപ്പമൊന്നുമില്ല ചെരുപ്പിന്. അപ്പോൾ ഇത് വെച്ച ചെരുപ്പ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത റെസൊല്യൂഷനാണ് പുതിയ ലിപ്സ്റ്റിക്കും പുതിയ ചെരുപ്പും വാങ്ങിക്കില്ല എന്നുള്ളത്. ഐ ഗോട്ട് ഇറ്റ് ആസ് എ ഗിഫ്റ്റ്. അയ്യോ സോറി, ആ കളർ തന്നെ നോക്കാം എന്താ ഭംഗി. ഈ ചെരുപ്പും ഈ ഡ്രസ്സും നല്ല മാച്ചായിരിക്കും. സോ പ്രിട്ടി അല്ലേ, നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ വേണ്ടി. ഇനി അടുത്ത് കിട്ടിയ ഗിഫ്റ്റ്സ് ഒരു സൺഗ്ലാസ് ആണ്. അത് ഞാൻ മേ ബി ബർത്ത്ഡേ വീഡിയോയിൽ കാണിക്കാം. ബിക്കോസ് അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല, ഫസ്റ്റ് അമ്മയുടേതാണ്. പക്ഷെ അത് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. ദിസ് ഇസ് മൈ തേർഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആൻഡ് സെക്കൻഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് വാസ് ദാറ്റ് സൺഗ്ലാസ്. സോ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴേ എനിക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ ആയൊരു ഫീലാണ്. പക്ഷെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കാര്യമായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ലെറ്റ്സ് സീ. അപ്പോൾ നമുക്കിനി റെഡി ആവാം. സോ ഞാൻ ക്വിക്കായിട്ട് പോയി ഡ്രസ്സ് മാറ്റാം. Got a parcel. Let's look at my wings. It's not. അയ്യോ, ഈ കണ്ണ് വേറെ പോലെ, ഈ കണ്ണ് വേറെ പോലെ. ഐ ഡോണ്ട് നോ വൈ. ഇത്രയും ദിവസം ഞാൻ നന്നായിട്ട് കണ്ണെഴുതി കൊണ്ടുവന്നതാണ്. ആൻഡ് ഒരു പുട്ടി എഫക്റ്റ് ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് ബെൽറ്റ് ആവും. ഓക്കെ, സോ ഞാൻ കുറേ നാൾക്ക് ശേഷം മേക്കപ്പ് ഒരു പുതിയ ടെക്നിക് ട്രൈ ചെയ്തതാണ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട് ബി, ബട്ട് ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണല്ലോ. സോ ഐ എം ട്രസ്റ്റിംഗ് ദ പ്രോസസ് ആൻഡ് മൂവിങ് ഫോർവേഡ്. ഓക്കെ, സോ ബാക്കി മേക്കപ്പ് ഇട്ട് കാണാം. ബിക്കോസ് അമ്മ ഇടയ്ക്ക് ബാക്കിൽ റെഡി ആകാൻ വരും. ഓൾസോ ഐ എം വാച്ചിങ് ദിസ് സീരീസ് ആസ് ഐ ടോൾഡ് യു ബിഫോർ. സോ അത് കണ്ടിട്ട് റെഡി ആയിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചിട്ടാണ്. So hair is not hairing guys. I don't know what to do. പ്രാന്തിയെ പോലെ ഉണ്ട് മുടി. എന്തെങ്കിലും ചെയ്യാം. സോ ഞാൻ ചെരുപ്പിട്ടു, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും. ലുക്ക് ഹൗ പ്രിട്ടി ഇറ്റ് ഈസ്. സോ ഗുഡ്. പക്ഷെ എൻ്റെ കാലിൻ്റെ ഈ ഭാഗം മെലിഞ്ഞതായതുകൊണ്ട് അവിടെ കുറച്ച് ലൂസായ പോലെ തോന്നും. പക്ഷേ ഇറ്റ്സ് പെർഫെക്റ്റ് ഇൻ സൈസ്. ഹെയർ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തു. ക്യാൻ യു സീ ദ ഡിഫറൻസ്? നേരത്തെ ഉണ്ടായിരുന്ന മുടി ഇപ്പോൾ ഉള്ള മുടി. സോ ദിസ് ഈസ് മൈ ഫൈനൽ. സോ നമ്മൾ ഇത്രയും ഡ്രസ്സാണ് ട്രൈ ചെയ്തത്. ആൻഡ് അമ്മ ഇതും ഏത് ടോപ്പ്, പക്ഷെ എടുക്കുന്നില്ല അല്ലേ, അത് സൈസ് ഇല്ല. പക്ഷെ ഞാൻ ഈ ജംപ് സ്യൂട്ട് നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. അതേപോലെ ഞാൻ സ്കേർട്ട് എടുത്തു, പക്ഷെ അത് ഷോർട്ടാണ്, എനിക്ക് അത് മാറ്റിയെടുക്കണം. ഓൾസോ ദിസ് ഷർട്ട്. ഞാൻ മാത്രമേ വാങ്ങിച്ചുള്ളൂ, നിങ്ങൾ ആരും ഒന്നും വാങ്ങിച്ചില്ലല്ലോ. സാഡ്. പൈസ എല്ലാം ഞാനല്ലേ കൊടുക്കണം, എന്നാലും ഇടി കൊടുക്കണം. ഇതെല്ലാം ഒരു സിൽവർ അണ്ടർടോണാണ്. ഇവിടെ നിന്ന് നോക്കുന്നതായിരിക്കും പറ്റുക. ഹായ്, നൗ ഐ ആം അറ്റ് ബെസ്റ്റ് സൈഡ്. ലൈക്ക് ഐ റിയലി ലൈക്ക് ദിസ് ഡ്രസ്, ബട്ട് ഇറ്റ് ഈസ് 2000 rupees. I think 1999.
I think 1999. So it is so expensive, but I really like the fitting of it, and it's so good actually. And I took some jeans as well. Are you guys a chicken fan or a KFC fan? നമ്മൾ ചിക്കൻ ഫാനാണ്, പക്ഷേ ചിക്കൻ എല്ലായിടത്തും അവൈലബിൾ അല്ല. KFC മാത്രമേ കിട്ടൂ. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത ആക്ച്വലി ഇതല്ല, ഇത് അവൻ ഓർഡർ ചെയ്തതാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ മൈ പാവ് ബജി. ആക്ച്വലി എൻ്റെ ഫുഡ് ഇവിടെ നിന്നാണ്. കേൾക്കുന്നുണ്ടോ ഗൈസ്? എൻ്റെ ഫുഡ് ബാക്കിൽ നിന്നാണ്. ബിക്കോസ് ഞാൻ ഡയറ്റാണ്, നല്ല കുട്ടിയാണ്, പക്ഷെ എന്നാലും ഞാൻ അതൊന്നൊരു ബൈറ്റ് എടുക്കും. ബിക്കോസ് ചിക്കൻ സോ ഗുഡ്. ഓർഡേർഡ് പാവ് ബജി വിത്ത് റോസ് മിൽക്ക്. പക്ഷെ ഇത് റോസ് ഷേക്കാണ്, സ്ട്രോബെറി ഷേക്കാ. പക്ഷെ ഞാൻ റോസ് മിൽക്കാണ് പ്രതീക്ഷിച്ചത്. ആൻഡ് പാവ് കണ്ടിട്ട് ആ സോഫ്റ്റാണ് ആക്ച്വലി. ലെറ്റ് മീ ഹാവ്. ആൻഡ് അവിടെ KFC, ഇവിടെ പാവ് ബജി. എൻ്റെ അമ്മ വേറെ എവിടെയോ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട് ആക്ച്വലി. അതിന് എന്ത് ഗിഫ്റ്റ് തന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കും. എക്സ്പീരിയൻസ് അത് കൊള്ളായിരുന്നു. ബോഡി ഫുൾ ഇങ്ങനെ മസാജ് ചെയ്യും. നമ്മുടെ കാലുവേദനയൊക്കെ കാലിന്റെ അടിഭാഗവും. പക്ഷെ ഈ തൊടയിൽ അവിടെ മാത്രം ചെയ്തില്ല, ബാക്കി എല്ലായിടത്തും ഈ മുതുകിലും കയ്യിലും ഈ ഉള്ളം കാലിന്റെ അടിഭാഗത്തൊക്കെ വന്നിങ്ങനെ ബോൾസ് ഒക്കെ വന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നല്ല സുഖം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു. 5 മിനിറ്റ് എടുത്തോളായിരുന്നു. അടുത്ത നമ്മളന്ന് ലുലുവിലൊക്കെ പോകുമ്പോൾ ലുലുവിൽ ചെയ്യാൻ പോയിട്ട് നമുക്ക് പാർക്കിംഗ് കണ്ടുപിടിക്കാം.